കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടാൻ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി ഉത്തരമേഖല ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ട്. ജയിലിനുള്ളിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് സമർപ്പിച്ചിരിക്കുന്നത്. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തു കടക്കാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന് കാട്ടുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ജയിൽ ഡിഐജി DGP റവാഡ ചന്ദ്രശേഖറിന് സമർപ്പിച്ചത്. ജീവനക്കാരോ സഹതടവുകാരോ ഗോവിന്ദച്ചാമിയെ സഹായിച്ചിട്ടില്ല. ജയിലിനകത്ത് ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിയുടെ ഇടത് കൈക്ക് അസാധാരണമായ കരുത്താണുള്ളത്. എല്ലാവരുമായി പ്രശ്നമുണ്ടാക്കുന്ന സ്വഭാവമുള്ളതിനാൽ ഒരു സഹതടവുകാരുടെയും സഹായം ലഭിക്കാൻ സാധ്യതയില്ല. ജയിൽ ചാടാൻ ഉപയോഗിച്ച 2 പ്ലാസ്റ്റിക് വീപ്പകളിൽ ഒരെണ്ണം വെള്ളം ശേഖരിക്കാനായി ജയിലിന് മതിലിന് സമീപം ഉണ്ടായിരുന്നതാണ്. മറ്റൊന്ന് സമീപത്തു നിന്നും സംഘടിപ്പിച്ചതും. സഹതടവുകാർ ഉണക്കാനിട്ടിരുന്ന തുണി ഉപയോഗിച്ചാണ് ഇയാൾ പുറത്തേക്ക് കടന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അഴികൾ മുറിച്ചുമാറ്റിയതിൽ ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമാണ്. 1 മാസത്തെ ആസൂത്രണത്തിന് ശേഷമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിക്കായി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് തളാപ്പിലെ ഒഴിഞ്ഞ കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നും ഗോവിന്ദച്ചാമിയെ പിടികൂടിയതെന്നും ഉത്തരമേഖല DIG V ജയകുമാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.